ഏറ്റവും മഹത്തരമാകുന്ന ഒരു ദിക്റാണ് ലാ ഹൗല എന്ന മഹത്തായ ദിക്ർ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മഹാനുഭാവൻ നമ്മളെ ഓർമ്മപ്പെടുത്തി, ചൊല്ല് ലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. പരിശുദ്ധമായ ലാ ഹൗല എന്ന മഹത്തായ ദിക്ർ ജീവിതത്തിൽ ഒരിക്കലും ഒഴിക്കരുത് എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മലബാർ ദേശത്ത് പോയി വഅദ് പറയുന്നതിനിടയിൽ കത്തെഴുതിയതാകുന്ന ഒരു കാവ്യശകലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പാടിപ്പറഞ്ഞത്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ഏവരും വളരെയേറെ ശ്രദ്ധിക്കുക. നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നാലും അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നതിന് വേണ്ടി അതിനൊരു പ്രത്യേക സമയം നമ്മൾ ഒരുക്കി വെക്കുന്നതിനപ്പുറം നമ്മുടെ ഒഴിവുവേളകൾ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയും നമ്മുടെ ജോലി വേളകളിലാകട്ടെ നമ്മളുടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ടായ നിലയിൽ നാം നിലകൊള്ളുകയും വേണം. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ചരിത്രം വളരെയേറെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും അദ്ദേഹവും ഒരിക്കൽ വല്ലാതെ ദുഃഖത്തിൽ ആയിരുന്ന സമയം. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മക്കളിൽ ഏറ്റവും പ്രിയങ്കരനാകുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. മറ്റൊന്നുമല്ല, ലാ ഹൗലയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വഅദ് പറയുകയും ഉസ്താദുമാർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തതാകുന്ന സന്ദേശമാണ് ഔഫ് ബിൻ മാലിക്കിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ചരിത്രം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ സാലിമിനെ ഒരിക്കൽ ശത്രുക്കൾ വളഞ്ഞ് അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് ബന്ദിയാക്കി കൊണ്ടുപോവുകയുണ്ടായി. ഈ സമയത്ത് വളരെയേറെ ദുഃഖിതയായി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിലകൊള്ളുകയും ബഹുമാനപ്പെട്ട സാലിം എന്ന് പറയുന്ന പൊന്നുമോനെ കൊണ്ടുപോയ കാരണത്താൽ വാപ്പ വല്ലാതെ ദുഃഖത്തോടുകൂടി ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി പ്രവാചകരോടായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എനിക്ക് മക്കൾ ധാരാളമുണ്ട്, ഞങ്ങളെയും എനിക്ക് പ്രായാധിക്യമാകുന്ന ഈ സമയത്ത് എന്നെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്ന കാര്യപ്രാപ്തിയുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ സാലിമിനെയാണ് ശത്രുക്കൾ ബന്ദിയാക്കി കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചു കിട്ടണം. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോടായി പറഞ്ഞത്, അല്ലയോ ഔഫേ, നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും കൃത്യമായി ഇബാദത്ത് എടുക്കുന്നവനാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്, ശരി തന്നെയാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഈ ഒരു ദിക്ർ കൂടി നീ കൂട്ടിക്കൊള്ളുക. നീ എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നീ കൂടുതൽ അധികരിപ്പിക്കുക. നീ മാത്രമല്ല, നിന്റെ ഭാര്യയും ഇത് അധികരിപ്പിക്കുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് സന്തോഷത്തിന്റെ രാവായിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദിക്ർ നൽകിയിട്ടുള്ളത്. അതിന്റെ മഹത്വം കൊണ്ട്, അതിന്റെ പോരിശ കൊണ്ട് തീർച്ചയായും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മടങ്ങി വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് ഓടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, നമുക്കിന്നത്തെ രാത്രിയിൽ ഉറക്കമൊഴിക്കണം. കരഞ്ഞ് കലങ്ങിയതാകുന്ന കണ്ണുനീരുമായി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും ദിക്റിലായി കൂടി. ആശ്ചര്യം എന്ന് പറയട്ടെ, നേരം പ്രഭാതം പൊട്ടിവരുന്ന സമയമായപ്പോ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, ആ രാത്രിയിൽ നടന്ന സംഭവം വലിയ സംഭവമായിരുന്നു. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ സാലിം അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് അറിയണ്ടേ? തന്റെ ശത്രുക്കളെ മുഴുവനും, ഉറങ്ങിക്കിടക്കുന്ന ശത്രുക്കൾ, കള്ളുകുടിച്ച് ലക്കും ലഗാനുമില്ലാതെ പാതിമയങ്ങിയതാകുന്ന ചില ആളുകൾ, ഇവരെയുമൊക്കെ മർദ്ദിച്ച് അവശരാക്കി അവരുടെ ഒട്ടകങ്ങളും അവരുടെ ആടുകളും ഒക്കെ മേയിച്ചുകൊണ്ട് ഔഫ് ബിൻ മാലിക്കിന്റെ പ്രിയപ്പെട്ട മകൻ സാലിം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ സന്തോഷം തോന്നിയ മാതാപിതാക്കൾ പുറത്തിറങ്ങി നോക്കുമ്പോ മദീന മുഴുവനും നിറയുന്ന നിലക്കുള്ളതാകുന്ന ആട്ടിൻപറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും കണ്ടുകൊണ്ട് അവർ ധരിച്ചുപോയി, ഇത് ഞങ്ങൾക്ക് ഹലാലാണോ? ഇത് ഞങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചതാണോ?
നേരത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്ർ നൽകിയിട്ടുണ്ട് എങ്കിലും ആ ദിക്റുകളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആ മകന്റെ കൂടെ ഒരു വലിയൊരു സമ്പത്ത് തന്നെ, അഥവാ ഒട്ടകവും ആട്ടിൻപറ്റങ്ങളും മൂലമുള്ള വലിയൊരു സമ്പത്തിന്റെ വ്യൂഹം തന്നെ തിരിച്ചു വന്നിരിക്കുക. ഇത് ഞങ്ങൾക്ക് ഹലാലാകുമോ എന്ന് പേടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരിച്ചാരത്തേക്ക് ബഹുമാനപ്പെട്ട പിതാവാകുന്ന ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായി ചോദിക്കുകയും ചെയ്തു, നബിയെ, എന്റെ പ്രിയപ്പെട്ട മകൻ തങ്ങൾ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ പരിശുദ്ധമായ ദിക്ർ ലാ ഹൗല ചൊല്ലിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വരുന്നു. പക്ഷെ ഒരു ദുഃഖം നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ തിരിച്ചു വരികയും ആ പൊന്നുമോൻ തിരിച്ചു വരുന്നതിനോടൊപ്പം തന്നെ അവനോടൊപ്പം തന്നെ വലിയൊരു ഒട്ടകവും വലിയൊരു ആട്ടിൻപറ്റവും ഉണ്ട്. അത് ഞങ്ങൾക്ക് ഹലാലാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫതബസ്സമ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഔഫേ, നിന്റെ പ്രിയപ്പെട്ട മകൻ ശത്രുക്കളെ തല്ലി വീഴ്ത്തുകയും ആ ശത്രുവശത്തെ അടിച്ചമർത്തിയിട്ട് അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഇസ്ലാമിക സ്വത്താണത്, ഗനീമത്ത് സ്വത്താണ്, യുദ്ധാനന്തര മുതലാണ്. അത് അള്ളാഹു അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയതാണ്. അതുകൊണ്ട് അത് പരിപൂർണമായി നിങ്ങൾക്കത് എടുക്കാം, നിങ്ങൾക്കത് ഹലാലാണ് എന്ന് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ വളരെ ശ്രദ്ധിക്കിൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിവസത്തിൽ എന്തിനാണ് ഈ ലാ ഹൗല എന്ന മഹിതമാകുന്ന ദിക്റിന്റെ ഈ ചരിത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ സമയങ്ങളെ നമ്മൾ അനാവശ്യമായി കളയാൻ പാടില്ല. കാരണം ഈ റമദാൻ മാസത്തിൽ കച്ചവടവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ജീവിതമാർഗങ്ങളും ഒക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ റമദാൻ വന്നതുകൊണ്ട് എന്റെ സാമ്പത്തികം ചുരുങ്ങിപ്പോകുമോ എന്ന് ആരും തന്നെ ഭയക്കേണ്ടതില്ല. റമദാൻ വന്നതുകൊണ്ട് ഒരിക്കലും മുഅ്മിനിന്റെ റിസ്ക് കുറയുകയില്ല. യുസാസു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മുഅ്മിനായ മനുഷ്യന്റെ റിസ്ക് അവന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന, അവന്റെ ഭക്ഷണം അധികരിക്കുന്നതാകുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അധികരിപ്പിക്കണമെങ്കിൽ നമ്മൾ നോമ്പ് പിടിച്ചാൽ മാത്രം പോരാ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൽബും നമ്മുടെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അള്ളാഹുവിലേക്ക് തിരിച്ച് അവന്റെ ചിന്തയിലായി നിലകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി നമ്മൾ കൂടണം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ലാ ഹൗല എന്ന മഹിതമാകുന്ന ഈ ദിക്ർ നമ്മുടെ നാവിൻ തുമ്പിൽ റമദാനിനും റമദാൻ വിട പറഞ്ഞ് നമ്മുടെ ജീവിതകാലം മുഴുക്കെ നമ്മൾ നിലകൊള്ളണം. സാമ്പത്തിക ഭദ്രത ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ കെട്ടുറപ്പാകുന്ന സാമ്പത്തിക മേഖല പരിപൂർണമായി സന്തോഷകരമാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ ദിവസം പോലും മുടങ്ങുകയില്ല. നബിതങ്ങൾ ഞങ്ങളെ സന്ദർശിക്കുമായിരുന്നു, ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി 63 വയസ്സ് വരെ പ്രവാചകൻ കുടുംബജീവിതം നയിച്ചു. അവസാന നാളുകൾ എണ്ണപ്പെട്ട് കഴിയുമ്പോ പ്രവാചകൻ തന്നെ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് അനുവാദം തേടുകയാണ്. ഇനിയുള്ള കുറഞ്ഞ നാളുകൾ എന്റെ അവസാന നാളുകളാണ്, എണ്ണപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങളാണ്. എനിക്കെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം ഒന്ന് കഴിയാൻ നിങ്ങൾ അനുവാദം നൽകുമോ ഭാര്യമാരെ? മറ്റുള്ള ഭാര്യമാരോട് അനുവാദം തേടുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർക്ക് അനുവാദം കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അനുവാദം കിട്ടിയിട്ട് ആയിഷ ബീവിയോടൊപ്പം 8 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ചെറിയതാകുന്ന കുടിലിൽ, പുൽപ്പായ വിരിച്ചിരിക്കുന്നതായ ചെറിയ കുടിലിൽ പ്രവാചകൻ അവസാന അന്ത്യനാളുകളെ തള്ളി നീക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ
ആയിഷ, ഇന്ന് വല്ലതും കഴിക്കാനുണ്ടോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല റസൂലേ, ഇല്ലൽ മാ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി പ്രവാചകൻ ചുരുണ്ട് കിടക്കുകയാണ്. ആദരവായ പ്രവാചകൻ ഒരു പരിഭവമില്ല, പരാതിയില്ല, ഒരു വിഷയവും പ്രവാചകൻ പറയുന്നില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, എനിക്കൊന്ന് സുന്നത്ത് നോമ്പാണ്, ഈ പാവപ്പെട്ട മുഹമ്മദ് ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചു കൂടുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകരുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. ഇന്ന് സുഭിക്ഷതയുടെ ലോകത്തേക്ക് പടച്ച റബ്ബ് നമ്മളെ വളർത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകുമ്പോ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒരിക്കലും മറക്കരുതേ, മറക്കരുതേ. നമുക്ക് അല്ലാഹു സുന്ദരമായ വീട് നൽകി, നമുക്ക് അല്ലാഹു മനോഹരമായ വാഹനം നൽകി, നമ്മൾ ഇഷ്ടപ്പെടുന്നതായ നല്ല മക്കളെ പടച്ച റബ്ബ് നമുക്ക് നൽകി, എല്ലാവിധ കച്ചവട സമുച്ചയങ്ങളും പടച്ച റബ്ബ് നൽകി. എല്ലാം നമുക്ക് കിട്ടിയിട്ട് പോലും റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാത്തവരായി മോശപ്പെട്ട നിലയിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകുന്നവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? ഈ രാത്രിയിൽ തന്നെ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരെത്ര പേരാണ്? ഈ രാത്രിയിൽ തന്നെ വ്യഭിചാരശാലകളിലേക്ക് പോയതാകുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ട്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഇതേ രാത്രിയിൽ തന്നെ DJ പാർട്ടികൾ നടത്തപ്പെടുന്നതായ ബാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര തിരിച്ചതായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പഠിച്ചു വെക്കണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വീടിന്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് ചുരുണ്ട് കിടക്കുകയാണ്. ആ പ്രവാചകന്റെ കടത്തം കണ്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ തപിച്ചുപോയി. സ്നേഹം കൊടുക്കാൻ എനിക്ക് ആവോളമുണ്ട്, പട്ടിണിയല്ലേ പ്രവാചകനുള്ളൂ. ഞാൻ ചെന്നുകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറിലേക്ക് എന്റെ കരതലം കൊണ്ട് ഞാൻ അമർത്തി തടവി. പ്രവാചകന് പതുക്കെ തടവി കൊടുത്തു. ഒട്ടിയ വയറുമായി പട്ടിണി മൂലം വീടിന്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ച്, എന്നാൽ സുബഹി നമസ്കാരം പ്രവാചകൻ മുടക്കിയിട്ടില്ല. നമസ്കരിച്ചിട്ട് വീടിന്റെ ഒരു മൂലയ്ക്ക് വന്ന് ഒരു പരിഭവമില്ലാതെ കിടക്കുന്ന പ്രവാചകൻ, ചുരുണ്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒട്ടിയ വയറിൽ ഞാൻ എന്റെ തണുത്ത കൈകൊണ്ട് തഴുകി തലോടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. 3 നേരം സുഭിക്ഷമായി കഴിച്ചിട്ടും വാപ്പ എനിക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, 18 നിറകുടങ്ങളാകുന്ന പെൺമക്കള്, മാതാപിതാക്കളെ തനിക്ക് വേണ്ടുന്നതാകുന്ന സർവ്വതം നൽകിയിട്ട് എന്റെ വാപ്പ എനിക്കൊരു ചുക്കും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്ന് അഴീക്കൽ ബീച്ചിലും പാർക്കിലും മാളുകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുറിച്ച് മോശമാകുന്ന കമന്റ് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പോലും പരസ്യമായി പറഞ്ഞ്, ഞാൻ ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ഞങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും പട്ടിണിയായിരുന്നു. ആരുടെ വീടാണെന്ന് ഓർക്കണേ? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസമിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാ, മാ ശബിഅ ആല മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. മുത്തുനബിയുടേതാകുന്ന വീട്ടിൽ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി പട്ടിണി, 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം കിട്ടാതെ കൂട്ടുകാരനുമായി ബൈക്കിൽ പോയി ഏതെങ്കിലും ഷവർമയോ ഏതെങ്കിലും അൽഫാമോ
ഉള്ള കടകളിൽ പോയി അതും കഴിച്ചിട്ട് നല്ല ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങുന്ന മക്കളുള്ള കാലഘട്ടം. രാവിലെ പ്രഭാതത്തിൽ ചായ കിട്ടിയില്ല എങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താവിന്റെ പ്രകൃതമുള്ള കാലഘട്ടം. വൈകുന്നേരം ചായ അല്പം വൈകിപ്പോയാൽ പ്രയാസം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം മുത്തുനബിയുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം പട്ടിണിയാണ്. ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണമോ കേവലം ഒരു ഹുബൂസാണ്, ഒരൊറ്റ റൊട്ടി കഷ്ണം മാത്രമാണ്. ആ റൊട്ടിക്ക് എന്താണ് കറി? അൽഫാമല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? നല്ല ആവോരി പൊരിച്ചു വെച്ചതല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? ഇല്ലൽ ഖല്ലു, സുറക്കയല്ലാതെ മറ്റൊന്നുമില്ല. എന്താ കറി? എന്താ? ആകെ ഈ റൊട്ടിയാണ്. ഗൾഫാറ റൊട്ടി അറിയാമല്ലോ. ഒരല്പം ആ ചൂടൊന്ന് വൈകിയ പിന്നെ കഴിക്കൂല, അത്ര കട്ടിയാണ്. ആ ഹുബൂസിൻ്റെ കഷ്ണമാണ് ആകെ ഉള്ളത്. അത് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഹുബൂസല്ല, അത് ചൂടോടുകൂടി കഴിക്കാനും നല്ല രസമാണ്. ഇതല്ല, ഷഈറാണ്, തൊലി ഗോതമ്പ്. തൊലിയുടേതാകുന്ന പറഞ്ഞ ഗോതമ്പ് അത് നല്ലതുപോലെ പേത്തിയിട്ടൊന്നുമല്ല, അതിൻ്റെ സത്തുകളെല്ലാം ഉണ്ടാവും. നല്ല കട്ടിയുള്ളതാകുന്ന റൊട്ടിയാണ് ഗോതമ്പിൻ്റെ. അതൊരല്പം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനാഗിരിയിൽ മുക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹദീസുണ്ട്, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല കറിയാണ് ആയിഷ ഈ സുറുക്കായി വിനാഗിരി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിനാഗിരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ അതിൽ മുക്കിയിട്ട് റൊട്ടി കഴിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ ഡയലോഗാണിത്. എന്ത്? നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല മനോഹരമായ കറിയാണ് ആയിഷ ഇത്. വിനാഗിരി മാത്രം കൊണ്ടുവന്ന് കയ്യിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരൽപ്പം റൊട്ടി മുക്കി കഴിച്ച മുത്തുനബി, പട്ടിണിയിലൂടെ ജീവിതമൂട്ടിയ പ്രവാചകൻ, ഈ ലോകത്തുള്ള സർവർക്കും സുഭിക്ഷത കിട്ടാൻ ആഗ്രഹിച്ച പ്രവാചകൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ പോലും സക്കറാത്തിന്റെ ഹാലിൽ പോലും ഉമ്മത്തി എന്ന് മന്ത്രിച്ച പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിങ്ങനെയാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഈ വിനാഗിരി മുക്കി കഴിക്കാൻ പല പരാതിയുണ്ടോ? ഒരു പരാതിയില്ല. ഇവിടെ കറി കിട്ടിയില്ലെങ്കിൽ തീർന്ന് അന്ന് ബഹളമാണ് ഭർത്താവ്. ബദർ യുദ്ധം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കറിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് എറിയും. ഞാനിവിടെ കഴിക്കണ്ട, ഒച്ചപ്പാടും ബഹളവും. ആണോ അല്ലയോ? ആണ്. നിങ്ങൾ തന്നെ തലയാട്ടണം, പുരുഷന്മാർ തന്നെ, എങ്കിലേ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചെറിയ വിഷയത്തിന്മേൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, മാറി നിൽക്കുക. പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ വില്ലന്മാർ. കാരണം എന്താ? ഒരു വീട്ടിൽ നാളെ രാവിലെ എന്ത് ഭക്ഷണമാണെന്ന് തീരുമാനിക്കുന്നത് അധികാരാൻ ആരാണ്? പുരുഷനാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊണ്ട് രാവിലെ അവനിണങ്ങിയ ഭക്ഷണം. അതിനുവേണ്ടി അവൻ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒറോട്ടിയും ഇറച്ചിക്കറിയാക്കാം. ആരുടെ തീരുമാനമാണ്? ആരുടെ തീരുമാനം? ഭർത്താവിൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് രാവിലെ നല്ല ദോശയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ പരിപരുത്ത ഹൃദയമുള്ള ഭർത്താവിനോട് എങ്ങനെ പറയൂ? ഇത് വലിയ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ഭാര്യമാർ വഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ഞായറാഴ്ച ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്താ? അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ? നിൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് എന്ത്? അത് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്നിപ്പോൾ അതാണ് കിട്ടുക. നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും. നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസമായി തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു.
ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ് 3 ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ്. അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു. ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല. അത് ചിന്തിക്കേണ്ടത്. ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. അപ്പോൾ തന്നെ ആളുകൾ ചോദിക്കും, എന്താണ് കാലി പ്ലേറ്റ് പതിവില്ലാതെ? മൊത്തം പട്ടിണിയാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആകെ ബഹളം അല്ലേ. നോക്കൂ നിങ്ങൾ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ 3 ദിവസം പട്ടിണിയാണ്, തുടർച്ചയായി പട്ടിണി. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, അയൽക്കാരെ അറിയിക്കുന്ന പോലുമില്ല. പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ? അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രവാചകൻ്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ. കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും, അവിടെ പുക കാണുന്നുണ്ട്, അപ്പോൾ ഇന്നവിടെ നബിയുടെ വീട്ടിൽ സാധനം എന്തോ ഉണ്ട്, കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും. ആര്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും. ആരോടും പരിഭവമില്ല. ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അറിയിപ്പില്ല, ഒന്നുമില്ല, ആരോടും അറിയിക്കുന്നില്ല. ഒത്തുനബിയോടൊപ്പമുള്ള ജീവിതമല്ലേ. 3 ദിവസം കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന ഒരാടിൻ്റെ ചെറിയൊരു തുടയല് കൊണ്ടുവന്ന് കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ തുടയല് വാങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ ഇല്ല റസൂലേ, തങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല റസൂലേ. കാരണം ഞാനും തങ്ങളും പട്ടിണി 3 ദിവസം ഒരുമിച്ചാണ് നേരിട്ടത്. എൻ്റെ ഭർത്താവ് കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അങ്ങനെയല്ലേ? ഇന്നും അങ്ങനെയാണല്ലോ. ആരാ ആദ്യം ഇരുന്ന് കഴിക്കുക? ആരായിരിക്കുക? ഭർത്താവ് ആയിരിക്കും. കല്യാണത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഇതാണ്, തേനേ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്, ഭയങ്കര ചുണ്ടയിലൊട്ടിയിൽ. പിന്നെ അല്ലാ പിന്നെ നേരത്തെ ഇരിക്കാൻ പറയും, നീ ഇതിനിപ്പോൾ ഇരുന്ന് കഴിഞ്ഞിരുന്നു ഇവിടെ. 2-3 കുട്ടികളായി കഴിയുമ്പോൾ സംസാരത്തിൻ്റെ രൂപം മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ള ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിപ്പില്ല. മുമ്പ് അങ്ങോട്ട് കൊടുത്തിരുന്നു, തിരിച്ചിങ്ങോട്ട് നൽകിയിരുന്നു, അതില്ല. എല്ലാത്തിനും വിള്ളൽ വന്നുപോയി അല്ലേ? എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെട്ടു പോയി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകരെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം 3 ദിവസമായിട്ട് പട്ടിണിയാണ്. അവസാനം എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചെനിക്ക് നൽകി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ നിർബന്ധ നിമിത്തമായിട്ട് ഒരൽപ്പം മാംസം ഞാൻ ആടിൻ്റെ തുടയല്ലിൽ നിന്ന് ഒരൽപ്പം കടിച്ചു. പ്രവാചകന് ഞാനത് തിരിച്ചു കൊടുത്തു. എൻ്റെ കണ്ണ് വല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് ഉടക്കി. കാരണം നബിതങ്ങൾ എവിടെയാണ് ചുണ്ടുവെക്കുന്നത്? ഞാൻ കടിച്ചതാകുന്ന ഭാഗത്ത് പ്രവാചകൻ തന്നെ പല്ലുകൾ ചേർക്കുമോ? എനിക്ക് തെറ്റിയില്ല. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളല്ലേ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക. എന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ ബന്ധപ്പെട്ടവൻ, അവർക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ചവൻ ഞാനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ വാ ചേർത്ത് കടിച്ചപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ,
ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി, എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ഞാൻ കരയുമ്പോൾ പ്രവാചകൻ എന്നെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തുവോ? 3 ദിവസം പട്ടിണി കിടന്നപ്പോ നിനക്ക് വല്ലാത്ത പരിഭവമുണ്ടോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല നബിയേ, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്. പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ഈ ആയിഷയോടുള്ള സ്നേഹം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോടുള്ള കടമതങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോ, ഞാൻ വാവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ഈ പട്ടിണിയുടെ സമയത്ത് പോലും അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ തങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം വല്ലാതെ എൻ്റെ മനസ്സിൽ ഉലച്ചുണ്ടാക്കി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു പോയത് അതാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ലോകത്തിന്റെ നായകന് പറയുന്നു, ആയിഷ അബൂബക്കറിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ്. ഒരു ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതിൽ പെട്ടതാണ് ഞാൻ ഈ നിർവഹിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വെറുതെ പറച്ചിൽ മാത്രമല്ല പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. 63-ാമത്തെ വയസ്സിലാണ് പ്രവാചകർ വഫാത്താകുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ ഡൈവോഴ്സ് ആകുന്നവരെ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 ധ്രുവത്തിലേക്ക് മാറി കടക്കാൻ താല്പര്യപ്പെടുന്നവരെ ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എല്ലാ ദിവസവും പോകുന്നുവെന്ന് മാത്രമല്ല, വഫാത്താകുന്ന വേളയിൽ 9 ഭാര്യമാരുണ്ട്. ആ 9 ഭാര്യമാരെയും സംതൃപ്തിപ്പെടുന്ന ജീവിതം പ്രവാചകന് കാഴ്ചവെച്ചു എങ്കിൽ ഒരൊറ്റ ഭാര്യയെ കൊണ്ട് തന്നെ ഇടങ്ങേറാണ് ഉസ്താദ് എന്ന് പറയുന്നവരെ, അവളുമായിട്ടുള്ള ജീവിതം ഞാനിനി ആഖിറത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തെറ്റ് നിന്റെ ജീവിതത്തിലുണ്ട്, നീ മാതൃകാ പുരുഷനാകണം, നീ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുക്കണം. 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ പ്രവാചകൻ കടന്നത് മദീനയിലെ മിമ്പറിൽ തലവെച്ച് കടന്നിട്ടല്ല. ആ പ്രവാചകൻ വഫാത്താകുന്നത് മദീനയിലെ മെഹ്റാബിൽ തലവെച്ച് കടന്നിട്ടല്ല. എൻ്റെ വീടിന്റെയും പരിശുദ്ധ മിമ്പറിന്റെയും ഇടയിലുള്ള റൗള എന്ന പരിശുദ്ധമായ സ്വർഗീയമാകുന്ന ഉദ്യാനമാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് തലവെച്ച് കടന്നിട്ടല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടാകുന്ന ആയിഷ ബിയുടെ വീട്ടിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നിട്ടാണ് ആദരവായ പ്രവാചകൻ വഫാത്താകുന്നത്. ചരിത്രം പറഞ്ഞു നോക്കി സഹോദരങ്ങളെ, 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മാതൃകയായി, കഴിഞ്ഞുപോയ സമൂഹത്തിനും വരാനിരിക്കുന്ന ജനകോടികൾക്കും മാതൃകയായി തന്റെ കുടുംബജീവിതം മകളോ ഉദാഹരണമായി ഉദാത്തമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാന നാളുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദം വാങ്ങി ആയിഷ ബീവിയോടൊപ്പമുള്ള ജീവിതം നയിക്കവേ വഫാത്തിന് ഒതുക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേ മഹല്ലി കേസെത്തി, എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. അതാണ് നമ്മുടെയൊക്കെ ബന്ധം. 9 ഭാര്യമാരുണ്ട് വഫാത്താകുമ്പോൾ, ഒരാൾക്കും ഒരു പരിഭവം ഇല്ല. പരിഭവം ഇല്ലെന്ന് മാത്രമല്ല, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട എൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ കബറടക്കിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോ, ദുആ ചെയ്തു പോകുമ്പോ ഒരാൾ വിളിച്ചു ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി, എങ്ങനെയായിരുന്നു നബി തങ്ങൾ വീട്ടിൽ പെരുമാറിയിരുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവേ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ആയിഷ ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പ്രവാചകന് സദാസമയത്തും കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുമായിരുന്നു. വൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ,
പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കുമ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് കയറുക. അല്ലാത്ത സദാസമയത്തും വീട്ടിലുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ പണിയെടുക്കും. എന്താ ചെയ്യുക? യഹ്ലിബു ഷാത്തഹു, ആടിനെ കറക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നബിയാണ്, എനിക്കിപ്പോൾ സമയമില്ല, പരിപാടിയല്ല. വീട്ടിൽ ജോലി ചെയ്യും ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയർകഉ സൗബഹു വയഖ്സിഫു നഅലഹു, ചെരുപ്പ് തുന്നും വസ്ത്രം നെയ്യും ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ഹദീസിൽ കാണാം, ഒരു പുരുഷന് എന്തെല്ലാം ജോലി ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും ആ ജോലിയൊക്കെ ചെയ്യും. നമ്മളിന്ന് കുഴിമടിയന്മാരായിപ്പോയി, അലസന്മാരായിപ്പോയി. എല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളിന്ന് റാഹത്തായിട്ട് ഫ്രണ്ടിൽ പോയിരിക്കാൻ ചാരികസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. ആ പത്രത്തിൻ്റെ നടുക്കഷണം ഒന്ന് താഴെ പോയാൽ കുരിഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോഴും ജോലി തിരക്കിൽ നിൽക്കുന്ന, അടുക്കളയിൽ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന, അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് അവരുടേതാകുന്ന പാഠപുസ്തകങ്ങളെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിർബന്ധിച്ച് വിളിക്കാൻ. ഇവിടെ വിളിച്ചിട്ട് നമ്മൾ പറയാൻ, താഴെ കിടക്കുന്ന പത്രം എടുത്തു തരാം, നടുവ് കുനിക്കാൻ വരാം. ഇങ്ങനത്തെ ആളുകളായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. സഹോദരങ്ങളെ, നമ്മളൊരു പ്രതിജ്ഞ എടുക്കൻ ഈ പുതുവത്സര പുലരിയിൽ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം മനോഹരമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയിൻ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദക്ക നീട്ടുന്നില്ല. 11:30 12 മണിയാകുമ്പോൾ എന്താവും? സ്റ്റോപ്പ് ഒക്കെ അടയ്ക്കും. അരമണിക്കൂർ ഇരിക്കൂലേ? അസറോഡ് മടിയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉപോത്ബലകമായതാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം, അവൻ്റെ കുടുംബജീവിതം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ എന്ത് ചെയ്യണം? വീട്ടിൽ എന്ത് ചെയ്യണം? അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ എടുക്കണം. രക്ഷപ്പെട്ടിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ദൂരെ നിന്ന് വന്ന ഭർത്താക്കന്മാരിവിടെ ഉണ്ട്. മുനീർ കൊണ്ടുവന്നായിരുന്നോ? പുത്തന്തരൂ അല്ല കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇനി പണിയെടുക്കണം. ഭാര്യ കൊണ്ടുവന്നവരൊക്കെ അപ്പുറത്തിരുന്ന് അവർ പറയും, രക്ഷപ്പെട്ട് റാഹത്തായി, നാളെ രാവിലെ തന്നെ തേങ്ങ അരയ്ക്കാൻ മൂപ്പറയിൽ കൊടുക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഓടിച്ചോ, എല്ലാവർക്കും എല്ലായിടത്തും ഒന്ന് ഓടിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും സദക്ക അവരവരുടെ കയ്യിലുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരും നൽകി. സഹോദരിമാരെടുത്തും പോകണം വേണ്ടാ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അവിടെ വാലണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അവിടെ ശ്രദ്ധിക്കും. സഹോദരിമാർ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. 70ഓളം പുരുഷന്മാർ വാലണ്ടിയേഴ്സായിട്ടുണ്ട്. 10-30ഓളം സ്ത്രീകൾ വാലണ്ടിയേഴ്സായിട്ടുണ്ട്. പിന്നെന്താ വേണം? അൽഹംദുലില്ലാഹ് അവർക്കെല്ലാം അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ.